സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വേണമെന്ന് ഒരുപാട് കാലമായി ആവശ്യപ്പെട്ട് ആഗ്രഹിച്ച് നിർബന്ധിച്ചിട്ട് അതിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് ഭാര്യ പോയത്. ഇല്ല, അവർ വിജയിച്ചോണ്ടാണ് പോയത്. ഭാര്യ പോയതിൽ സന്തോഷമാണോ ദുഃഖമാണോ? രണ്ടുമുണ്ട്. എന്താണെന്നോ ചില കാര്യങ്ങൾ സന്തോഷം, ചില കാര്യങ്ങൾ എനിക്ക് പുതിയ ഈ പെൺ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ഇവളില്ലെങ്കിൽ സുഖമല്ലേ. അല്ലെങ്കിൽ ഇവളുണ്ടാകുമ്പോഴേ ഭാര്യ ഉണ്ടാകുമ്പോഴേ പെൺകുട്ടികളൊക്കെ കാണാൻ വരും, വരും, പെൺകുട്ടികൾ കാണാൻ വരും, ചില ആൾക്കാരോടെ താമസിക്കും, ഒക്കെ എനിക്കറിയാം, അതൊക്കെ എനിക്കറിയാം. അത് ഒരു പക്ഷേ അതിനെക്കുറിച്ച് എന്താ അങ്ങനെ അപവാദം പറയുന്നത്? അപവാദമല്ല കുഞ്ഞിക്ക, ഒരു സെക്കൻഡ്, ഞാൻ അപവാദം പറഞ്ഞു കുറെ കുട്ടികളെ ഇവിടെ ഉള്ളത്. കുഞ്ഞിക്ക, ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ ഈ പറയുന്നതിൽ ഒരു താമസിക്കുന്നു പറഞ്ഞാൽ എന്താ, ആരാ പറഞ്ഞത് താമസിക്കുന്നു? ഞാൻ ഈ പറഞ്ഞതിൽ ഒരു കഴഞ്ച് പോലും കള്ളമില്ലെന്ന് കുഞ്ഞിക്കായ്ക്കും അറിയാം, കുഞ്ഞിക്കളുടെ സുഹൃത്തുക്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ കുഞ്ഞിക്കയുടെ ഈ ഒരു അത്ഭുത സിദ്ധിയെക്കുറിച്ച് കുഞ്ഞിക്ക ഒരു പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ചോദിച്ചോട്ടെ ബ്രിട്ടാസെ, നിങ്ങളിങ്ങനെ ഒരു ചോദ്യം വരുന്നു. ഞങ്ങൾ ഒരു പെൺകുട്ടിയും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതാണ് കുഞ്ഞിക്കയുടെ സ്വഭാവം കണ്ടിരിക്കുന്നു. താങ്കൾക്ക് ധാരാളം സ്ത്രീ സുഹൃത്തുക്കളുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇത് നേടിയെടുത്തത്? ഇത് ആരാ? ഇത് ലക്ഷ്മി നായരല്ലേ? ആരാ? ലക്ഷ്മി നായര. ഓ, അവൻ മറക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഏറ്റവും അടുത്ത നല്ല സുഹൃത്ത്, ഇതുപോലൊരു ഇത്ര നല്ല ഒരു സ്ത്രീയെ, പെൺകുട്ടിയെ, ഒരു കുട്ടിയെ, പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ അന്ന് നിങ്ങളുടെ പ്രോഗ്രാമിലല്ലേ വന്നത്? നമ്മുടെ പ്രോഗ്രാമിലാണ് വന്നത്. എന്തോ എത്രയും ലക്ഷ്മി നായരുടെ സഹ ആങ്കർ ആയിരുന്നു. എനിക്ക് എത്ര ഇഷ്ടം അവരെ, എന്തൊരു ഇതാണ്. അപ്പോൾ ഞാൻ ലക്ഷ്മി നായർ ചോദിച്ചു, എന്തോ ചില കഥകളൊക്കെ പറയും. അപ്പോൾ ഞാൻ ലക്ഷ്മി നായർ പറഞ്ഞു, ലക്ഷ്മി നായരെ ഇങ്ങനെ എനിക്ക് എന്നോട് ലക്ഷ്മി നായർ ചോദിച്ചു, നിങ്ങൾക്ക് പിന്നെ ഗേൾഫ്രണ്ട്, ഞാൻ പറഞ്ഞു ഗേൾഫ്രണ്ട്. ഞാൻ ഫോൺ ചെയ്തിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പം എൻ്റെ ഗേൾഫ്രണ്ട്. അപ്പം നോക്ക്, പഴയ പരിപാടിയാ. ഓ, ഓക്കെ, നമ്മൾ അല്ല, ഓക്കെ. അപ്പം നിങ്ങൾ ലക്ഷ്മി നായരെ ഫോൺ വിളിച്ചു, എന്താ പറഞ്ഞു? അപ്പം ലക്ഷ്മി നായർ എൻ്റെ ഗേൾഫ്രണ്ട് ഞാൻ ഫോൺ വിളിച്ചു. അപ്പോൾ അവൾ പറയാ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ SMS അയച്ചു, എന്താണ് ഫോൺ എടുക്കാത്തത്? അപ്പോൾ അവൾ ഇങ്ങോട്ട് റിപ്ലൈ അയച്ചു, കൊതുക് അടുത്തുണ്ടെന്ന്. അപ്പോൾ ഞാൻ കൊതുക് കുത്തുന്നുണ്ടോ? കൊതുക് കുത്തുന്നില്ല, അതിൻ്റെ കുത്തുന്ന കമ്പൊടിഞ്ഞു പോയി. അല്ല, ഇപ്പം ലക്ഷ്മി നായർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഇത്ര പെൺസുഹൃത്തുക്കളെ? ഞാൻ ലക്ഷ്മി നായർ പോയി കളഞ്ഞല്ലേ ചോദിച്ചു. ലക്ഷ്മി പോയി. കഷ്ടം. ഇനി ഫോൺ വിളിച്ചോളൂ, ഒരു കുഴപ്പമൊന്നുമില്ല. എങ്ങനെ സാധിക്കുന്നു എന്ന് ലക്ഷ്മി നായർ എന്ന് ചോദിക്കുകയാണ്, ഞാനല്ല. അതല്ല, അത് ഞാൻ എന്താ പറയുക, ഞാൻ ഈ സ്ത്രീകളെ കാണുന്നതേ, ഞാൻ അവരെ സുഹൃത്തുക്കളായിട്ട് കാണുന്നത്, സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കാണുന്നത്. ഞാൻ അവരെ വേറെ രീതിയിൽ, സ്ത്രീകൾ എന്നും ഞാൻ കാണുന്നത് അവരെ വേറെ നമ്മൾ സാധാരണ പുരുഷന്മാർ കാണുന്ന രീതിയിലല്ല സ്ത്രീകളെ കാണുന്നത്. എപ്പോഴും സത്യം ഇങ്ങനെ മുതലേ അങ്ങനെ പറയില്ല. ഞാൻ സ്ത്രീകളെ വളരെ ഭംഗിയായിട്ട് കാണാം എപ്പോഴും. പിന്നെ വല്ലപ്പോഴും അവർ വഴങ്ങിയാൽ നമ്മളിപ്പോൾ അതെന്താ ചെയ്യാ? അപ്പൊ കുഞ്ഞിക്ക, എങ്ങനെ ഇത് സാധിക്കണു? എന്ത് മന്ത്രമാണ് എടുത്ത് ഉപയോഗിക്കണത്? അതല്ല, നമ്മൾ ആറ്റിറ്റ്യൂഡാണ്. നല്ല സമീപനമാണ്. എന്നാൽ അവരെ നമ്മളൊരു കാഴ്ച വസ്തുവായിട്ട് കാണരുത്, അവരിൽ ഇഴുകിച്ചേരുക. അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരെ ബഹുമാനിച്ചുകൊണ്ടാണ് കാണുന്നത്. അത് ചെറിയ ഒരു 10 ചെറിയ കുട്ടിയാണെങ്കിൽ വലിയ സ്ത്രീകളാണെങ്കിൽ അവർ ബഹുമാനിച്ചുകൊണ്ട് വളരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കാണണം അവരെ.